ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ സ്കാറ്ററിങ് ഇൻ എ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത മോഷൻ ഇൻ ടൈം ഇൻ കെപ്ലർ പ്രോബ്ലമാണ്. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്താണ് -k/r² എന്ന് പറയുന്നൊരു ഫോർമാറ്റിലാവും ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് ഡ്യൂ ടു സം ഹിസ്റ്ററി, അതായത് അസ്ട്രോണമിക്കൽ പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ കെപ്ലറിൻ്റെ പ്ലാനറ്ററി മോഷനൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താണ് ഈ ഒരു പ്ലാനറ്ററി മോഷന് അല്ലെങ്കിൽ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കലി ഉള്ളൊരു ഇമ്പോർട്ടൻസ് ആണ് ഇതിനുള്ളത്. ശരിക്കും ആ സമയത്ത് അത്രയും വലിയ വലിയ ഒബ്ജക്ട്സിൻ്റെ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങണോ അല്ല, അതിന് നേരെ റിവേഴ്സായിട്ടാണ് ആദ്യം ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാനറ്ററി മോഷൻ മാത്രമല്ല ഉള്ളൂ. എന്താണ് വെരി ഫെമിലിയർ ആയിട്ടുള്ള അല്ലേ, ബോറിൻ്റെ ആറ്റം മോഡൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അറ്റ് ദാറ്റ് ടൈം എന്താണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്കാറ്ററിങ് ഇൻ എ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളത്. പക്ഷേ നമ്മൾ ചെറിയ സ്കെയിലിൽ, അതായത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സ്കെയിലിൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെയൊക്കെ കേസിൽ പോകുമ്പോൾ എന്താണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ ശരിയായിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ പ്രൊസീജിയറൊക്കെ ഒന്നായിരിക്കും. കാരണം എന്താണ്, ക്വാണ്ടം എഫക്ട്സ് ആണല്ലോ അവിടെ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ എന്താണ്, നമുക്ക് ഗുഡ് അപ്രോക്സിമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിക്കൽ പ്രഡിക്ഷൻസൊക്കെ കുറേയൊക്കെ ശരിയാണ് വിത്ത് ഗുഡ് വാലിഡ് അപ്രോക്സിമേഷൻ എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ക്രൈബിങ് സ്കാറ്ററിങ് ഫിനോമിന ആർ ദ സെയിം വെദർ ദ മെക്കാനിക്സ് ഈസ് ക്ലാസിക്കൽ ഓർ ക്വാണ്ടം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്കാറ്ററിങ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ രണ്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, സോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. എനിവേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ബീം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുകയാണ്. അത് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആവാം, ആൽഫ പാർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ പ്ലാനറ്റ്സും ആവാം. അത് ഇറലവൻ്റ് ആണ്. പക്ഷേ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഓൾ ഓഫ് ദ സെയിം മാസ് ആൻഡ് എനർജി, അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻസിഡൻറ്റ് അപ്പോൺ എ സെൻറ്റർ ഓഫ് ഫോഴ്സ്. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് ഫോഴ്സ് ഈസ് 0 ഫോർ വെരി ലാർജ് ഡിസ്റ്റൻസസ് ആൻഡ് ഇൻസിഡൻറ്റ് ബീമിനെ ദ ഇൻസിഡൻറ്റ് ബീം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിങ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ബീംസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറയും. ഓക്കെ, നൗ അപ്പോൾ ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് യൂണിഫോം ബീം ഓഫ് പാർട്ടിക്കിൾസ് ഈ സെൻട്രൽ ഫോഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അതിനൊരു എന്താണ് ഒരു സ്ട്രെയിറ്റ് പാത്താണെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് അവർ സെൻട്രൽ ഫോഴ്സ്. അപ്പോൾ എന്താണ്, ആദ്യം അതിനെന്താണ്ടാവുക, ഒരു സപ്പോസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സെൻട്രൽ ഫോഴ്സിനെ അപ്രോച്ച് ചെയ്യും തോറും എന്താണല്ലേ അതിൻ്റെ പാത്ത് ഇങ്ങനെ വളഞ്ഞ് വരും. ഒന്നുകിൽ അതെന്തായിട്ട് മാറും, ഒന്നുകിൽ ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഒന്നുകിൽ അതിനെ അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, അതിൻ്റെ ഇൻസിഡൻറ്റ് പാത്തിൽ നിന്നും അതിനെന്തുണ്ടാവും, ഒരു ഡീവിയേഷൻ ഉണ്ടാവും അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ ആ ഒരു വലയം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രജക്ടറിക്ക് മാറ്റം വരും. അത് പിന്നെ എന്തായിട്ട് മാറും, ഒരു നോർമൽ ആയിട്ടുള്ള അല്ലേ, ഇങ്ങനെ ഒരു അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ മാറും. പക്ഷേ എന്താണ്, ഇൻസിഡൻ്റ് ആയിട്ടുള്ള പാത്തും ആ സ്കാറ്റേർഡ് അല്ലെ, എപ്പോഴാണ് നമ്മൾ സ്കാറ്റർ ചെയ്തു ആ പാർട്ടിക്കിൾ എന്ന് പറയുക. അപ്പോൾ ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള പാത്തും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ഗോൾഡ്സ്റ്റൈൻ തന്നെയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഫോം ബീം ഓഫ് പാർട്ടിക്കിൾസ്. അതേതും ആവാം. അതെന്താണ്, ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കടന്നു പോവുകയാണ്.
ഒരു സെൻറ്റർ ഓഫ് ഫോഴ്സിൻ്റെ ഭാഗത്തെത്തുന്നു. എന്താണ് അതിൻ്റെ ഇൻസിഡൻ്റ് ആയിട്ടുള്ള പാത്തും അതേപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള പാത്തും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ പറയുകയാണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ സപ്പോസ് എസ് ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വെലോസിറ്റിയാണ്. ഓക്കെ, എസ് ഈസ് ദ or it is the impact parameter. No, S is not the velocity, it is the impact parameter. Okay, that is the perpendicular distance between the center of force and the incident velocity. Incident velocity നമ്മൾ v0 ആയിട്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് ദ ഇൻസിഡൻറ്റ് വെലോസിറ്റി ആൻഡ് ദാറ്റ് ഈസ് v0. അപ്പം ആ ഇൻസിഡൻറ്റ് വെലോസിറ്റിയും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എസ്, അതാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ സെൻറ്റർ ഓഫ് ഫോഴ്സും ഇതും തമ്മിലുള്ള ഈ വെലോസിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എസ്. അപ്പോൾ കണ്ടോ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 3 ഡയമെൻഷനിൽ നോക്കുമ്പോൾ അത്രയും ഭാഗത്ത് കൂടെ, അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ നമുക്കൊരു റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഓർ എസ് പ്ലസ് എസ് 2s ഈസ് ദ ഡയമീറ്റർ അല്ലേ. അപ്പോൾ അത്രയും പരപ്പളവ്, അത്രയും ഭാഗത്ത് കൂടെ എന്ത് പോകുന്നുണ്ട്, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സർക്കിളും കൂടി കണ്ടില്ലേ, അതാണ് ഡി എസ് എന്ന് വെച്ചാൽ കണ്ടോ, ഇത്രയും ചെറിയൊരു ലെങ്ത്ത് കണ്ടില്ലേ, ഈ ഒരു ഡി എസ്. അപ്പോൾ ആ ഒരു ഭാഗം, അപ്പോൾ അത്രയും ഭാഗം ഡി എസ് ആണ്, ഓർ ഡി എസ് എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെൻറ്റ്. അപ്പോൾ ഈ എസ് പ്ലസ് ഡി എസിൻ്റെയും ഇടയിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം വെച്ചിട്ടാണ്, ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണത്. കണ്ടോ, അതിന് ഇതിപ്പോൾ ഇൻസിഡൻറ്റ് കേസാണ്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ പ്രത്യേകത എന്തായിരിക്കും അല്ലേ, എസിൻ്റെയും എസ് പ്ലസ് ഡി എസ് അല്ലേ, ഈ 2 ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെയും അതിൻ്റെ ഇടയിൽ മാത്രമാണ് വാല്യൂ ഉണ്ടാവും, അതിന് അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. മനസ്സിലായി? എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ്, എനർജിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിവേ നമ്മൾ എസിൻ്റെയും എസ് പ്ലസ് ഡി എസിൻ്റെയും ഇടയിലുള്ള പാർട്ടിക്കിൾസിനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, അങ്ങനെ ഫോൾ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ചെല്ലുന്നു, ഈ ഒരു ഭാഗം മാത്രം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡ് ആംഗിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു സോളിഡ് ആംഗിൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെറിവേഷൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ ഉള്ളത് തീറ്റയാണ്. തീറ്റ ഈസ് ദ സ്കാറ്ററിങ് ആംഗിൾ. സ്കാറ്ററിങ് ആംഗിൾ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ സ്കാറ്റേർഡ് ആൻഡ് ഇൻസിഡൻറ്റ് ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് ഡയറക്ഷൻ അല്ലേ, ഇതാണ് സ്കാറ്റേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനാണ് കേട്ടോ, ഇത് അതിൻ്റെ ട്രജക്ടറി കാണിച്ചിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ, അത് ഫ്രം ദ സെൻറ്റർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ആംഗിളിനെയാണ് നമ്മളിതെന്ന് പറയുക, സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഡി തീറ്റ എന്ന് പറഞ്ഞെങ്കിൽ ആ സ്കാറ്ററിങ് ആംഗിളിൻ്റെ ഒരു സ്മോൾ എലമെൻ്റ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നത് ഒമേഗ എന്ന് പറയുന്നതും ദെൻ ഡി ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ. ഇപ്പോൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇതിപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളൊരു പേപ്പറിൽ വരച്ചാൽ നമുക്കത് മനസ്സിലാവും, ആ ഒരു ആംഗിൾ തീറ്റ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ. ഇപ്പം നിങ്ങൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ കോൺ എടുക്കുകയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഐസ്ക്രീം കോണില്ല, ആ കോൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ആംഗിൾ ഉണ്ടല്ലോ. സോ അതാണ് എന്ത്, സോളിഡ് ആംഗിൾ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇൻ 3 ഡയമെൻഷൻ സോളിഡ് ആംഗിൾ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഒരു സ്മോൾ ഏരിയനെയാണ്, സ്മോൾ എലമെൻ്റാണ് ഡി ഒമേഗ. സോളിഡ് ആംഗിളും സ്കാറ്ററിങ് ആംഗിളും തമ്മിലുള്ള വ്യത്യാസം. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നൗ ദ ക്രോസ് സെക്ഷൻ ഫോർ സ്കാറ്ററിങ് ഇൻ എ ഗിവൻ ഡയറക്ഷൻ, അതിനെ നമ്മൾ സിഗ്മ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, സിഗ്മ ഓഫ് ഒമേഗ.
സിഗ്മ എന്ന് പറയുന്നത് ഒമേഗയുടെ ഫംഗ്ഷനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, സോ സിഗ്മ ഓഫ് ഒമേഗ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് into solid angle d omega per unit time divided by incident intensity. Okay, put it as equation number 1. അപ്പോൾ ഇതിന് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്നും പറയും. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഏരിയയുടെ ആയിരിക്കും. അതുകൊണ്ടാണ് ആ പേര് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് വരാൻ കാരണം അതിൻ്റെ യൂണിറ്റ് ഏരിയയുടെ ആയിരിക്കും. ഓക്കെ, where d omega is an element of solid angle in the direction omega. ഇപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സിന് സിമെട്രിക് ആയിരിക്കുമല്ലോ, കംപ്ലീറ്റ് സിമെട്രിയാണ് ഉണ്ടാവുക അറൗണ്ട് ദ ആക്സിസ് ഓഫ് ദ ഇൻസിഡൻറ്റ് ബീം. അതായത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 3 ഡയമെൻഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് സിമെട്രിയാണ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് d omega is equal to 2 pi sin theta d theta. ഇവിടെ ഈ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സ്കാറ്ററിങ് ആംഗിൾ ആണ്. സോ നൗ v0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? L is equal to mv0s എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വന്നത്? L is equal to r cross p ആണ്. L is equal to r cross p ആണ്. ദാറ്റ് ഈസ് rp sin theta. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? p is equal to mv0 r sin theta. അപ്പോൾ ഇത് ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 90 ഡിഗ്രി അല്ലേ? v0യും ആറും തമ്മിലുള്ള ആംഗിൾ നിങ്ങൾ നോക്കുക. ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ് നമ്മുടെ ഫിഗറിൽ കിടക്കുന്നത്. അപ്പോൾ അത് 90 ഡിഗ്രിയാണ്. സോ L is equal to mv0s എന്ന് വരും ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ L is equal to mv0s എന്ന് വരും. അതേപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് എനർജി നമ്മൾ എഴുതുകയാണെങ്കിൽ L is equal to എന്താണ്? s ഇൻറ്റു √2. അത് നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും? ഹാഫ് mv² നമുക്കത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്? L is equal to s ഇൻറ്റു √2me. അതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ എനർജിയും ഇമ്പാക്റ്റ് പാരാമീറ്ററും ഫിക്സഡ് ആണെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളും ഫിക്സഡ് ആയിരിക്കും. അതായത് സ്കാറ്ററിങ് ആംഗിൾ അത്രത്തോളം ഭാഗത്താണ് സ്കാറ്ററിങ് നടക്കുക എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതല്ലേ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞത്, ദിസ് ഇസ് ദ തീറ്റ. പക്ഷേ എന്താണ് അല്ല, ആ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ ഏരിയ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംഗിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ എടുക്കണം കേട്ടോ. എനിവേ, സോ ഇയും എസ്സും ഫിക്സഡ് ആണെങ്കിൽ തീറ്റയും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻറ്റ് എസ് അല്ലേ, ഇമ്പാക്റ്റ് പാരാമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് എന്തും മാറും, ഈ തീറ്റയും മാറും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ തീറ്റ ഇൻ ടേംസ് ഓഫ് തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഫോർഡിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷനാണ് നമ്മളിതിൽ ഫൈനലി കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ ടേംസ് ഓഫ് തീറ്റയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ എസ് മാറിക്കഴിഞ്ഞാൽ തീറ്റയും മാറും. അപ്പോൾ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, എസ്സിൻ്റെയും എസ് പ്ലസ് ഡി എസിൻ്റെയും ഇടയിലുള്ള ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ, തീറ്റ എന്ന് പറയണതും തീറ്റയുടെയും തീറ്റ പ്ലസ് ഡി തീറ്റയുടെ ഇടയിൽ വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ഇൻ ടു എ സോളിഡ് ആംഗിൾ ഡി ഒമേഗ lying between theta and theta plus d theta equal to number of particles with impact parameter lying between corresponding to s and s plus ds. So that can be written as 2 pi I s mod ds is equal to 2 pi sigma of theta I sin theta mod d theta. Put it as equation number 4, where the sigma of theta is the number of particles scattered into angle theta plus d theta and theta per unit time. ഇനി s is a function of energy
and the corresponding scattering angle. Then we can write S is a function of S is equal to S of theta comma E, where theta is the scattering angle. ഇത് ക്യാപിറ്റൽ തീറ്റയാണ്. ഇങ്ങനെയാണ് ശരിക്കും അത് എഴുതുക. Put it as equation number 5. Now from equation 4 we can write sigma of theta is equal to S by sin theta or ds by d theta. Put it as equation number 6, which is the differential scattering cross section. അപ്പോൾ ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന റിപ്പൾസീവ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ആണ്. ഫോർ സിംപ്ലിസിറ്റി, റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സും ഉണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് റിപ്പൾസീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ കാണിച്ചിരിക്കുകയാണ് ഈ ഫിഗറിൽ. ഓഫ് ഓർബിറ്റ് പാരാമീറ്റേഴ്സ് ആൻഡ് സ്കാറ്ററിംഗ് ആംഗിൾ ഇൻ ദ റിപ്പൾസീവ് സ്കാറ്ററിംഗ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, ഫിഗർ ടെക്സ്റ്റിലുള്ള ഫിഗർ. സോ ഇതെന്താണ്, ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്താണ്, and this angle psi, the psi is the angle between the direction of incoming asymptote. Okay, so incoming asymptote and the periapsis direction. This is the periapsis. Incoming asymptote എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ഷനിൽ കാണിക്കണം. അപ്പോൾ അത് ഇൻഫിനിറ്റിക്ക് പോവും. ഇൻഫിനിറ്റി വരെ നമുക്കത് വരയ്ക്കാൻ പറ്റും. So that is the incoming asymptote and the periapsis direction. This is the RM and that is the angle psi. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കാറ്ററിങ് ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഇത് കേസ് നമ്മൾ എടുത്തത് റിപ്പൾസീവ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിന് ഈ ഒരു ഫിഗർ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ റൈറ്റ് എന്താണ്, തീറ്റ ഈസ് ഈക്വൽ ടു പൈ മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് ദിസ് ആംഗിൾ വിൽ ബി psi. അപ്പോൾ theta is equal to pi minus 2 psi ആണ്. Put it as equation number 7. And we have this equation, theta is equal to integral from r0 to r dr by r square root of 2me by l square minus 2mv by l square minus 1 by r square plus theta 0. ഇവിടെ r0ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. or by setting r0 equal to infinity when theta 0 equal to pi, that is which is the incoming direction. So theta is equal to pi minus psi. Then we can write psi is equal to integral from rm to infinity dr by root of r square dr by r square into root of 2me by l square minus 2mv by l square minus 1 by r square. Rm is the distance of closest approach. Put it as equation number 8. ഇവിടെ l is equal to s into root of 2me എന്ന് നമുക്കറിയാം. ആൻഡ് അതേപോലെ തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു പൈ മൈനസ് 2 psi ആണ്. സോ വി ക്യാൻ റൈറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ തീറ്റ തന്നെയാണ്, ദിസ് ഇസ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ മൈനസ് 2 psi. psi എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഇക്വേഷനാണ്. അതിൽ എല്ലിൻ്റെ സ്ഥാനത്ത് എസ് ഇൻറ്റു റൂട്ട് ഓഫ് 2me നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഇതിൽ ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ന്യൂമറേറ്ററിലും ഇൻറ്റു എസ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. So we will get theta is equal to pi minus 2 into integral from rm to infinity s dr by r into root of r square 1 minus v of r by e minus s square. And r is equal to 1 by u ആണ്.
നമ്മൾ തുടക്കം മുതലേ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആർ ഇസ് ഈക്വൽ ടു 1/u. ദെൻ dr വിൽ ബിക്കം -1/u² du. ദെൻ തീറ്റ എന്ത് വരും? പൈ -2 ഇൻറ്റഗ്രൽ ഫ്രം 0 to um. കാരണം rm ഇസ് ഈക്വൽ ടു 1/um ആണ് വരിക. സോ ഇൻറ്റഗ്രൽ ഫ്രം 0 to um s ഇൻറ്റു 1/u² du ബൈ 1/u ഇൻറ്റു റൂട്ട് ഓഫ് 1/u², 1 മൈനസ് v of u ബൈ e മൈനസ് s². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ -2 ഇൻറ്റഗ്രൽ ഫ്രം 0 to um s du. അത് ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്ത് കാണണമെങ്കിൽ s du ബൈ റൂട്ട് ഓഫ് 1 മൈനസ് v of u ബൈ e മൈനസ് s² u² എന്ന് വരും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 9. ഇതാണ് നമ്മുടെ സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, റെയർലി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഓഫ് സ്കാറ്ററിങ് ആംഗിൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ അനലിറ്റിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്ത്? നമ്മുടെ കൂളം പൊട്ടൻഷ്യൽ. അതായത് v is equal to 1/4 pi എപ്സിലോൺ 0 q ബൈ r എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കേസ് എടുക്കുക. ഇതാണ് കൂളം പൊട്ടൻഷ്യൽ. The scattering force field produced a fixed charge minus set e acting on the incident particle having a charge minus set prime e. അപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ചാർജാണ് മൈനസ് സെറ്റ് പ്രൈം ഇ. ഇവിടെ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് സെറ്റ് ഡി ആണ്. സോ എഫ് എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് പ്രൈം ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ദ റിപ്പൾസീവ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണം കെ ഇസ് ഈക്വൽ ടു മൈനസ് സെറ്റ് പ്രൈം ഇ സ്ക്വയർ ആയിട്ട് എടുക്കുക. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 11. സോ ഫ്രം കെപ്ലർ പ്രോബ്ലം, ഇഫ് എനർജി ഇസ് ഗ്രേറ്റർ ദാൻ 0 ദെൻ പാത്ത് എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ആ ഹൈപ്പർബോളയുടെയൊക്കെ ഒരു 3 കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്ത് ഹൈപ്പർബോള ആവും. അതേപോലെ തന്നെ എസെൻട്രിസിറ്റി എന്തായിരുന്നു? എസെൻട്രിസിറ്റി എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 + 2e L² ബൈ mk² ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ നമ്പർ 11 അല്ലേ? അപ്പോൾ അത് കൊടുത്തു. സെറ്റ് പ്രൈം ഇ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2e ഇൻറ്റു 2m e s² ബൈ m സെറ്റ് ഇൻറ്റു സെറ്റ് പ്രൈം ഇ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, കാരണം എല്ലിൻ്റെ വാല്യൂ എന്തായിരുന്നു? റൂട്ട് ഓഫ് 2m ഇൻറ്റു s ആണ്. ദെൻ വി വിൽ ഗെറ്റ് ദ എസെൻട്രിസിറ്റി ഇസ് ഈക്വൽ ടു 1 + 2es ബൈ സെറ്റ് പ്രൈം ഇ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.